ഗായ്സ്, ഞങ്ങളിവിടെ മീൻകറിയാണ് വെക്കുന്നത് കേട്ടോ. ഞങ്ങൾ മീൻകറി വെക്കുമ്പോൾ അതിനകത്ത് ഞങ്ങളിട്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വലിയ ഉള്ളി, കുറച്ചും കൂടെ അധികം ഉള്ളി ഇടുവേ. ഞങ്ങൾ പിന്നെ ഇടുന്നത് ഞങ്ങൾ പുളിയാണേ. പുളിയിട്ട് ഞങ്ങൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിക്കും. കുടംപുളി ഇടും. കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉപ്പിട്ടിട്ട് ഇതെല്ലാം കൂടി എന്നിട്ട് വഴറ്റി ഉപ്പിട്ടിട്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിക്കും. ഇത് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ എല്ലാ സാധനവും കൂടി ഇട്ടിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ മീൻ മസാല ഇടും കേട്ടോ. കുറച്ചൊരു മീൻ മസാല അങ്ങനെ ഇടുവേ. മീൻ മസാല ഇട്ടു. അത് കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നത്. ഇത് മീനിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകാനായിട്ടാണ് ഇതിങ്ങനെ ഇട്ടൊന്ന് നല്ലോണം ഈ പുളി അങ്ങ് വെന്ത് വെള്ളം ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഇതൊന്ന് ഞങ്ങളിതിപ്പോൾ അടുപ്പിലാണ് കേട്ടോ വരുന്നത്, സ്റ്റവിലല്ല, ഞങ്ങൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് തക്കാളിയും കൂടെ എൻ്റെ കൂടെ ഇടുവേ. ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. നല്ലോണം പുകയുന്നുണ്ട് കേട്ടോ. മീൻപുളിയും തക്കാളിയും ഇതും കൂടെ എല്ലാം കൂടി ഒന്ന് നല്ലോണം വെന്ത് കഴിയണം. നല്ലോണം ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇതൊക്കെ വരുള്ളൂ കേട്ടോ. പുകയുന്നുണ്ട്. ഞങ്ങൾ മീൻ ഇടുവാണേ. മത്തിയാട്ടോ ഞങ്ങൾ ഇടുന്നത്. മത്തിക്കറി വെക്കുവാണേ. നല്ലോണം കുടംപുളി ഇട്ട് വെച്ച മത്തിക്കറിയാണേ. അതിൻ്റെ പ്രത്യേക ടേസ്റ്റാട്ടോ. ഈ മീൻ മസാലയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഞങ്ങൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് വെന്ത് കഴിയുമ്പം ഓക്കെ.